വീണ്ടും വാർത്തകളിലേക്ക് പോകുമ്പോൾ വയനാട് ദുരിത മേഖല കേന്ദ്ര സംഘം സന്ദർശിച്ചു. ദുരിതാനന്തര പുനർനിർമ്മാണത്തിന്റെ രൂപരേഖ കേന്ദ്ര സംഘം തയ്യാറാക്കും. നഷ്ടപരിഹാരം സംബന്ധിച്ച കേന്ദ്ര മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടു. മോശം കാലാവസ്ഥയെ തുടർന്ന് ഇന്ന് തിരച്ചിൽ നടന്നില്ല. ദുരന്താനന്തര ആവശ്യങ്ങളുടെ വിലയിരുത്തലിനെത്തിയ കേന്ദ്ര സംഘം ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. മന്ത്രി AK ശശീന്ദ്രനും T സിദ്ദീഖ് MLAക്കുമൊപ്പമാണ് സംഘമെത്തിയത്. ഈ മാസം 31 വരെ നീളുന്ന സന്ദർശനത്തിൽ വിവിധ മേഖലകളിൽ സംഭവിച്ച ആഘാതം, നാശനഷ്ടങ്ങൾ, അടിയന്തര ആവശ്യങ്ങൾ, പുനർനിർമ്മാണ മാർഗങ്ങൾ എന്നിവ വിലയിരുത്തും. ഡിസാസ്റ്ററിന് ശേഷം അവർ ഒരു ഷോർട്ട് ടേം അസിസ്റ്റൻസ് എന്തായിരിക്കണം, മിഡ് ടേം അസിസ്റ്റൻസ് എന്തായിരിക്കണം, ലോങ് ടേം അസിസ്റ്റൻസ് എങ്ങനെ ആയിരിക്കണം, ആ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. നഷ്ടപരിഹാരം സംബന്ധിച്ച കേന്ദ്ര മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തണമെന്ന ആവശ്യം കേരളം കേന്ദ്ര സംഘത്തെ അറിയിച്ചു. ആ പഴയ മാനദണ്ഡത്തെ അടിസ്ഥാനമാക്കി നഷ്ടപരിഹാരം തിട്ടപ്പെടുത്താൻ പോയാൽ അതിവിടെ ഒന്നിനും തികയില്ല. ഈ മാനദണ്ഡങ്ങളിൽ പിടിച്ചു നിൽക്കാതെ യഥാർത്ഥത്തിൽ എത്ര നഷ്ടമുണ്ടായോ ആ നഷ്ടം കണക്കാക്കുന്ന ഒരു മെക്കാനിസത്തിലേക്ക് പോകണമെന്ന് അവരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സംഘത്തിന് ദുരന്തത്തിന്റെ വ്യാപ്തി ബോധ്യപ്പെടുത്താനായെന്നും മന്ത്രി പറഞ്ഞു. ഈ നദിയുടെ ഗതിയൊക്കെ ഒഴുക്കൽ എങ്ങനെ സംഭവിച്ചു എന്നവർ അത്ഭുതപ്പെടുകയാണ്. തീർച്ചയായും നമുക്ക് അവർക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ട്. കാര്യങ്ങൾ മനസ്സിലാക്കി അവർ വസ്തുതകൾ കേന്ദ്ര ഗവൺമെൻറ്റിന് അതിൻ്റെ ഗൗരവത്തിനനുസരിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത്. കാലാവസ്ഥ മോശമായതിനാൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് നടന്നില്ല. മീഡിയ 1 വയനാട്.